ഫ്രണ്ട്സ്, ഞാനും എൻ്റെ ചാനലും നിങ്ങളോടൊപ്പം. അപ്പോൾ ഇന്ന് മറ്റൊരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അതായത് വിസ തട്ടിപ്പുകൾ. അപ്പോൾ ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട തട്ടിപ്പുകളിൽ ഒരെണ്ണമാണ് വിസ തട്ടിപ്പ്. അതായത് കൂടുതലും ആൾക്കാർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് സ്റ്റുഡൻസും ജോലി അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിൽ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലോ ഓസ്ട്രേലിയ, കാനഡ, USA തുടങ്ങിയ രാജ്യങ്ങളിലോ പോകുന്നവരാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ആൾക്കാർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, അവരുടെ അറിവില്ലായ്മ മുതലെടുത്താണ് പല കൺസൾട്ടൻസികളും ഇത് മുതലാക്കുന്നത്. എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മളൊരു കൺസൾട്ടൻസിയെ സമീപിക്കുന്നു ഒരു വിസയുടെ ആവശ്യത്തിനായിട്ട്. അതുമല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും തിരയുന്നു ഒരു വിസയുടെ കാര്യം. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒരു അൽഗോരിതം വെച്ചിട്ട് അവരെ നമ്മൾ എന്ത് തിരഞ്ഞു അല്ലെങ്കിൽ എന്താരോട് സംസാരിച്ചു, ഈ വക കാര്യങ്ങളായിരിക്കും നമുക്ക് പിന്നീട് പോപ്പ് ചെയ്ത് വരുന്നത് എപ്പോഴും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ പോപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ ഇത് ആലോചിച്ചതല്ലേ ഉള്ളൂ, അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് വരുന്നത് എന്ന് കരുതി നമ്മൾ അതിൽ കാണുന്ന നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഫോം ഫില്ല് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ കോൺടാക്ട് നമ്പർ കൊടുക്കും, അവർ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. എന്നിരുന്നാലും അവർ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാവും. അപ്പോൾ പലയിടത്തും പല കൺസൾട്ടൻസികളിലും ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആയിരിക്കും നമുക്ക് ഇതൊക്കെ വിവരിച്ചു തരുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും രണ്ടുപേർ. അവർക്ക് ഈ കൺസൾട്ടൻസിയുടെ ഓണേഴ്സ് പറയുന്നതേ അറിയാവൂ. അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമൊന്നും ഉണ്ടാവില്ല. അവർ നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോധ്യത്തോടെ മാത്രം വിസ ഏജൻസികളെ സമീപിക്കുക. ഇനി ഇവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്തുവെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ എലിജിബിൾ അല്ല എങ്കിൽ പോലും ഇവരൊരു അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാർജ് ഈടാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അസസ്മെന്റ് കഴിഞ്ഞു, നിങ്ങൾ എലിജിബിൾ ആണെന്ന് നമ്മളെ കൺവിൻസ് ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ എലിജിബിൾ ആണല്ലോ, അപ്പം നമുക്ക് ഇത് ചെയ്യാം. അപ്പം ആദ്യം ഇനിഷ്യലി ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണം. അപ്പം അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഇവർ ഈ ഒരു എമൗണ്ട് ഒരു 10-30,000 രൂപയായിരിക്കും. ഈ ഒരു എമൗണ്ട് ഒരു വർഷം 2 വർഷമായിട്ട് ഹോൾഡ് ചെയ്യും. നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയും. ഈ വിസ ശരിയായില്ല, അല്ലെങ്കിൽ അവിടെ പ്രോസസ്സിങ്ങിൽ ഡിലേ ആണ്, ഈ വക കാര്യങ്ങൾ പറയാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇതുപോലെ ഒരു 100 കണക്കിന് വിദ്യാർത്ഥികൾ കൊണ്ട് 30,000 രൂപ വീതം കൊടുത്തു കഴിഞ്ഞാൽ അത് 30 ലക്ഷം രൂപയായി. ഇത് റോൾ ചെയ്ത് തന്നെയാണ് അവർ കൺസൾട്ടൻസി നടത്തുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള തട്ടിപ്പുകളിൽ ചെന്ന് പെടാതെ സൂക്ഷിക്കാം. അത് മാത്രമല്ല, ഇവരോട് സംസാരിക്കാൻ പോകുമ്പോൾ കുറച്ച് അവയർനെസ് ഉണ്ടാക്കിയെടുത്ത് ഓൺലൈനിലും മറ്റും സെർച്ച് ചെയ്ത് ആ വിസ നമുക്ക് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് പോവുക എന്നത് മാത്രമാണ് ഇതിനൊരു പ്രതിവിധി. ഇനി ഇപ്പോൾ നമ്മൾ അങ്ങനെ പോയി പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ അവരുടെ കയ്യിൽ ട്രാപ്പിലായി. അപ്പം അധിക കാലം ഒരു 6 മാസത്തിന് മേളിൽ വെയിറ്റ് ചെയ്യാതിരിക്കുക, തുടർന്നുള്ള ആക്ഷൻസ് എടുക്കുക. അപ്പോൾ ഇതുപോലെ തട്ടിപ്പിൽ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത് അതിൽ നിന്ന് നമുക്ക് പോയ പൈസ എങ്ങനെ തിരിച്ചു പിടിക്കാം, എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ള ഒരു വീഡിയോ അടുത്തത് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.